ഇനി നമ്മൾ എവിടെ പോണേ? ഫാമിലിനെ ഒക്കെ കൂട്ടിയാണ്ടൊന്ന് കോഴിക്കോട് പോയി വരാൻ വിചാരിച്ചു. പക്ഷേ ഈ ട്രിപ്പിൽ ഫാമിലി എല്ലാരും പാടില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു ഉച്ചക്കായപ്പോഴാണ് പോകാൻ വേണ്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ആക്കിയത്. വണ്ടി കയറിയ പിന്നെ വിശപ്പിത്തിരി കൂടുതൽ എല്ലാവർക്കും. അങ്ങനെ പോണ വഴിക്ക് ഒരു റെസ്റ്റോറന്റ് കയറി എല്ലാവരും ഫുഡ് അടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. 2 ദിവസത്തെ വ്ളോഗാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നത്. ഇതാണ് എന്റെ താത്താന്റെ ചെറിയ കുട്ടി, ഈ കാണുന്നതാണ് അവളെ വലിയ കുട്ടി. ഇതിന്റെ പേരാണ് ഇസ്ബ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഹൈലൈറ്റ് മാൾക്കാണ്, പിന്നെ അവിടെയുള്ള ഷോപ്പൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് അപ്പോഴേക്കും നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയം. പിന്നെ നേരെ നെസ്റ്റോക്കാണ്. കുറെ നേരം വരി നിന്ന് അവസാനം നമ്മൾ ഫുഡ് വാങ്ങി കഴിച്ചു. ഇതിന്റെ ഒച്ചക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ജലദോഷം പിടിച്ചിട്ട്. വീണ്ടും നമ്മൾ ഹൈലൈറ്റിലേക്ക് നടന്നു. അപ്പൊ കണ്ണിൽ പെട്ടത് ഈ ഒരു സാധനം നോക്കുമ്പോ ഇത് റെയിൻ കോട്ടോണ്ട് അടിച്ചു പോലെ ഉണ്ടായി. അങ്ങനെ ഹൈലൈറ്റ് മാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിൽ പോയി. അമ്മോനും ഫാമിലിയൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ രാവിലെ തന്നെ നീച്ച് നമ്മൾ ബീച്ച് കാണാൻ പോയി. അത് പിന്നെ അങ്ങനെയാണ്, കോഴിക്കോട് വന്നാ ഒന്ന് ബീച്ച് കാണാൻ മസ്റ്റ്. വെയിൽ കാരണം തലയിൽ കൂടെ ഷാളുന്ന ഇസ്ബനെയാണ് നിങ്ങളെ കാണുന്നത്. രാവിലെ തന്നെ നീച്ച് ബീച്ച് കാണാൻ പോകുന്നതുകൊണ്ട് അധികം ആളില്ല, തിരക്കില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സുഖമായോണ്ട് ബീച്ച് കണ്ടു പോകുന്നു. അതിന്റെ ഇടയിൽ ചെറുങ്ങനെ ഒന്ന് ഹോസ്പിറ്റൽ കേസും കിട്ടി. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ, ഇതാണ് എന്റെ താത്ത, കയ്യിലുള്ളത് ഓളെ 2 ട്രോഫി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് പെരിക്കാൻ ഒരു മണിക്ക് ഒരു ബർഗർ കഴിച്ചു. അപ്പൊ എത്ര ഉള്ളൂ. അപ്പൊ ബൈ ബൈ ഗൈസ്.